Hello my dear CA Foundation students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ കുറച്ച് സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ബേസ് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ്സ് എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. A to Z ലൈൻ ബൈ ലൈൻ നിങ്ങളുടെ മെറ്റീരിയൽ നോക്കിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ എന്താണ് ഒരു രീതിയിലുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്? അപ്രോപ്രിയേഷൻ ഈസ് അലോക്കേഷൻ എന്നാണ് സിമ്പിളായിട്ട് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ റോബിൻ എന്ന് പറയുന്ന ഞാനുണ്ട്, അതേപോലെ നിങ്ങളുണ്ട്. അങ്ങനെ രണ്ട് പാർട്ടീസ് ഉണ്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ റോബിൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അതേപോലെ തന്നെ നിങ്ങളിവിടെ ഉണ്ട്. ഓക്കെ, എനിക്ക് പെട്ടെന്നൊരു ബിസിനസ് ലോണിൻ്റെ ആവശ്യം വന്നു. ഓക്കെ, ഞാൻ നിങ്ങളെ സമീപിച്ചിട്ട് ഒരു 10,000 രൂപ മേടിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ആരായി? ഡെറ്ററായി. നിങ്ങളാരായി? ക്രെഡിറ്ററായി. ഓക്കെ, നെക്സ്റ്റ് എനിക്കൊരു പേഴ്സണൽ ലോണിൻ്റെ ആവശ്യം വന്നു. അവിടെയും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു 15,000 രൂപ മേടിച്ചു. ഓക്കെ, സെയിം ഡെറ്റർ ക്രെഡിറ്ററായി. നെക്സ്റ്റ് എനിക്കൊരു എഡ്യൂക്കേഷണൽ ലോണിൻ്റെ ആവശ്യം വന്നു. സെയിം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു 20,000 രൂപ മേടിച്ചു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. there must be a creditor, there must be a debtor, ആൻഡ് ഡെറ്ററായി എനിക്ക് ക്രെഡിറ്ററിൻ്റെ അടുത്ത് ഒന്നിൽ കൂടുതൽ ലോൺ വേണം. ഓക്കെ, ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡേറ്റ് വെച്ചിട്ട് നമുക്ക് പറയാം. ഞാനിത് 2020 മേടിച്ചു, ഇത് 2021 മേടിച്ചു, ഇത് 2024 മേടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ചെറിയ ഇമ്പോർട്ടൻസ് ആയിട്ട് വരും. അപ്പോൾ സിമ്പിൾ കോൺസെപ്റ്റ്, ഇത് ഫസ്റ്റ് ഫേസ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പൈസ തരാനുണ്ട്, പല കടങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് തരാനുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കോൺസെപ്റ്റിൽ ഇപ്പോൾ റോബിൻ എന്ന് പറയുന്ന ഞാൻ ഒരു ദിവസം, അതായത് 2024 എന്ന് പറയുന്ന ഒരു ദിവസം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫെബ്രുവരി എന്ന് പറയുന്ന ഒരു 10-ാം തീയതി ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിങ്ങൾക്ക് ഒരു 8,000 രൂപ അയച്ചു തന്നു. ഓക്കെ, 8,000 രൂപ അയച്ചു തന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഞാൻ നിങ്ങൾക്ക് കുറേ കടം തരാനുണ്ട്, ഞാൻ നിങ്ങൾക്ക് 8,000 രൂപ അയച്ചു തന്നു. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അയ്യോ ഇതിപ്പോൾ ഏത് പൈസയുടെ സെറ്റിൽമെൻ്റ് ആയിട്ട് നമ്മൾ നോക്കും? 10,000 കുറയ്ക്കണോ, 15 കുറയ്ക്കുന്നോ, 20 കുറയ്ക്കുന്നോ? ദിസ് ഇസ് കോൾഡ് ആസ് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഡെറ്ററായ ഞാൻ, ക്രെഡിറ്ററായ നിങ്ങൾക്ക് പല കടങ്ങളും ഉണ്ടായിരിക്കും. അതായത് പല രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പൈസ മേടിക്കുകയും ഞാൻ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തരുമ്പോൾ ആ എമൗണ്ട് ഏതിൽ നിന്നും കുറയ്ക്കും. ദാറ്റ് ഈസ് കോൾഡ് ആസ് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. 3 രീതിയിലുണ്ട്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. റോബിൻ എന്ന് പറയുന്ന ഒരാൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ നിങ്ങൾക്കൊരു ഡയറക്ഷൻ നൽകിയിട്ട് പറഞ്ഞു 8,000 രൂപയല്ലേ നിങ്ങളൊരു പണി ചെയ്തോ, അത് 15,000 കുറച്ചോ എന്ന് റോബിനായ ഞാൻ നിങ്ങൾക്ക് ഡയറക്ഷൻസ് നൽകി. ഫസ്റ്റ് വൺ നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. രണ്ടാമത് റോബിൻ ഒരു ഡയറക്ഷൻസ് നൽകിയിട്ടില്ല. ഓക്കെ, റോബിൻ എന്ന് പറയുന്ന ആള് നിങ്ങൾക്ക് ഒരു ഡയറക്ഷനും നൽകിയിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഡിസ്ക്രെഷണറി പവർ യൂസ് ചെയ്യുന്നു. ഡിസ്ക്രെഷണറി പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വമേധയാ എന്ത് ചെയ്യുന്നു? ഏതോ ഒരു എമൗണ്ടിൽ നിന്ന് കുറയ്ക്കുന്നു. ഓക്കെ, ഒന്നാമത്തതിൽ ഞാൻ പറഞ്ഞു ഏതിൽ നിന്ന് കുറയ്ക്കാൻ, രണ്ടാമത്തെ ഞാൻ പറയാത്തതുകൊണ്ട് നിങ്ങൾ സ്വമേധയാ ചെയ്യുന്നു. മൂന്നാമത്തെന്ന് പറയുമ്പോൾ ഞാനൊട്ട് പറഞ്ഞുമില്ല, നിങ്ങൾ നിങ്ങളുടെ പവർ ഉപയോഗിച്ചുമില്ല, പക്ഷെ എമൗണ്ട് ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. അവിടെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് നിയമം വരിക. ഇങ്ങനെ 3 സിനാരിയിലൂടെ നമ്മൾ ഈ പറഞ്ഞ പൈസ സെറ്റിൽമെന്റ് ചെയ്യുന്നു. 3 ഒരേപോലെ വരില്ല കേട്ടോ, ഏതെങ്കിലും ഓർമ്മയെ വരുള്ളൂ. ഇനി നമുക്ക് ഇതിനെ സെക്ഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ സെക്ഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് വൺ നമുക്ക് ജസ്റ്റ് ഇത് തന്നിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കൂടെ കിട്ടും. സംടൈംസ് ആ ഡെറ്റർ ആയാല് റോബിൻ എന്ന ഡെറ്റർ ഓസ് സെവറൽ ഡെറ്റ്സ് 10, 15, 20 ടു ദ സെയിം ക്രെഡിറ്റർ. നിങ്ങൾ സെയിം ക്രെഡിറ്റർ ആണ്. ഫസ്റ്റ് ഫേസ് നമ്മൾ നോക്കി. രണ്ടാമത് ഐ എം ഗോയിങ് ടു മേക്ക് എ പേയ്മെന്റ് വിച്ച് ഈസ് നോട്ട് സഫീഷ്യന്റ് ടു ഡിസ്ചാർജ് ഓൾ ദ ഡെറ്റ്സ്. ഇപ്പൊ നമ്മൾ ടോട്ടൽ എത്രയാ? ടോട്ടൽ ഇവിടെ എമൗണ്ട് എന്ന് പറയുന്നത് 25, 45 അല്ലെ? ടോട്ടലി 45,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് 45,000 രൂപ തന്നു എന്ന് വെച്ചോ, പിന്നെ അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ്സ് ഇല്ല. കാരണം എന്താണ്? എല്ലാ കടവും തീർന്നു. ഞാനിപ്പോൾ എന്താ ചെയ്യുക? 45,000 കുറവ് എന്ത് തന്നാലും ദാറ്റ് ഈസ് കോൾഡ് ആസ് അപ്രോപ്രിയേഷൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ? സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇൻ സച്ച് കേസസ് നമ്മൾ പേയ്മെന്റ് അപ്രോപ്രിയേഷൻ ചെയ്യും. അതായത് നമ്മൾ അഡ്ജസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഡെറ്റ്. ഞാൻ നിങ്ങൾക്ക് തരാനുള്ള കടത്തിൽ നിന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിയമം അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് 59 to 61 എന്ന് പറയുന്ന സെക്ഷൻ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ 50
9 എന്താ പറയുന്നത്? ഫസ്റ്റ് എൻ്റെ കോൺസെപ്റ്റ് അല്ലേ, അപ്ലിക്കേഷൻ ഓഫ് പേയ്മെന്റ് വേർ ദ ഡെറ്റ് ടു ബി ഡിസ്ചാർജ് ഈസ് ഇൻഡിക്കേറ്റഡ്. ഇൻഡിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആര് മെൻഷൻ ചെയ്തിട്ടുണ്ട്? ഡെറ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറയാണ് എൻ്റെ പേഴ്സണൽ ലോണിൽ നിന്നും 15,000 കുറച്ചോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിൽ ഡീൽ. Where a debtor owing several distinct separate debt to one person and makes a payment to him. അപ്പോൾ ഇത് സെയിം കോൺസെപ്റ്റ് ആണ്. ഇവിടെ തൊട്ട് നമ്മൾ തുടങ്ങും വിത്ത് ആൻ എക്സ്പ്രസ് ഇന്റിമേഷൻ. എക്സ്പ്രസ് ഇന്റിമേഷൻ എന്ന് പറഞ്ഞതാണ്, റോബിൻ എന്ന് പറഞ്ഞ ആള് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നിങ്ങളോട് ഞാൻ ഡയറക്ഷൻ നൽകിയിട്ട് പറഞ്ഞു എവിടുന്ന് കുറയ്ക്ക്, പേഴ്സണൽ ലോണിൽ നിന്ന് കുറയ്ക്കുന്ന ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് കുറയ്ക്കണം. പക്ഷെ ഇവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, യുവർ അക്സെപ്റ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യുവർ അക്സെപ്റ്റൻസ് ഈസ്, അതായത് നിങ്ങളും ആ ഒരു കോൺസെപ്റ്റിന് ഓക്കെ ആവണം, നോർമലി ഓക്കെ ആകണം. പക്ഷെ എന്താണ്, ചില സമയത്ത് ആ ഇൻട്രസ്റ്റിൽ വേരിയേഷൻസ് ഉള്ളപ്പോൾ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് പെട്ടെന്ന് അടച്ചു തീർക്കാം. ദാറ്റ് ഈസ് അപ് ടു മീ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഈ നിങ്ങളുടെ സ്ഥാനത്ത് ബാങ്ക് വരാം, ആര് വേണമെങ്കിലും വരാം. അത് ബാങ്കിന്റെയും കൂടെ എന്താണ് അവിടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊരു സെക്കൻഡറി വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ ഞാൻ എക്സ്പ്രസ്ലി പറഞ്ഞിട്ടുണ്ട്, അത് വളരെ ക്ലിയർ ആണ്. രണ്ടാമത്തതാണ് under circumstances implying that the payment is to be applied to the discharge of some particular debt. അതായത് ഫസ്റ്റ് എക്സ്പ്രസ് ലൈക്ക് എ കോൺട്രാക്ട്, എക്സ്പ്രസ് ആസ് വെൽ ആസ് ഇംപ്ലൈഡ്. അങ്ങനെ ഇംപ്ലൈഡ് ആകുന്ന എന്താണ്? ഫോർ എക്സാമ്പിൾ 15,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരാനുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് 15,000 രൂപ അയച്ചു തന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല. അവിടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. 15,000 രൂപ നിങ്ങൾക്ക് ഞാൻ തരാനുണ്ട്. ഞാൻ 15,000 രൂപ അയക്കുമ്പോൾ ഓബിയസ്ലി ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്തിൻ്റെ സെറ്റിൽമെന്റ് ആക്കണം? നിങ്ങൾ 15,000 കുറയ്ക്കണം. ഇല്ല, ഫോർ എക്സാമ്പിൾ ഈ ലോൺ മേടിച്ചത് ലോൺ നമ്പർ ഉണ്ട് 108135. ഞാൻ ആ പേയ്മെന്റ് റിസീവ് ചെയ്യുന്ന ആ ഒരു ബില്ലിന്റെ മുകളിൽ എഴുതി വെച്ചു 108135. അപ്പോൾ ഓബിയസ്ലി നിങ്ങൾ ഏതിൻ്റെ അകത്ത് എടുക്കണം? ഇതേ എമൗണ്ടിൽ അടയ്ക്കണം. അപ്പം ഞാൻ ഇവിടെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് വളരെ റിയർ ആയിരിക്കും കേട്ടോ. ഇപ്പം 15,419 രൂപ പ്ലസ് 80 പൈസ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് 15,419 രൂപ 80 പൈസ കണ്ടു. ഇവിടെ ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഇതേ എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് അയച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ഉദ്ദേശം, റോബിൻ എന്ന് പറഞ്ഞ ആളുടെ ഉദ്ദേശം ഈ ലോൺ സെറ്റിൽ ചെയ്യുക എന്നതാണ്. So that is called as implied circumstances indicating. Okay, clear ആണോ? The first concept is clear ആണോ? If the payment is accepted by you, then you have to must apply accordingly. ഇപ്പൊ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞത് ഈ പൈസനെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. 59 ക്ലിയർ ആണോ? സിമ്പിൾ. 60 എന്താണ്? 60 സെയിം ആണ്. Where the debtor has omitted, അതായത് he must intimate എന്നായിരുന്നു, പക്ഷെ അവൻ ഇന്റിമേറ്റ് ചെയ്തില്ല എന്ന് വെച്ചോ. അവിടെ വേറെ ഒരു രീതിയിലുള്ള സർക്കംസ്റ്റൻസ്, അതായത് ഈ പറഞ്ഞ രീതിയിലുള്ള ഇങ്ങനെ കാണുന്ന ഒരു എമൗണ്ടും ഇല്ല. അതായത് ഞാൻ അയച്ചു കൊടുത്ത 8,000 രൂപയാണ്. ഒരു രീതിയിൽ നമുക്ക് ഏതിൽ നിന്ന് ഗസ് ചെയ്യാനേ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് വെച്ചോ. അങ്ങനെ ഉണ്ടെങ്കിൽ there is no any other circumstances indicating which the payment to be applied next. അതായത് ഒന്നാമത്തെ 59 ഇല്ല. ഓക്കെ, അതായത് 59 ഈസ് ആബ്സെന്റ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ 60 പ്ലേ ആവും. 60 എന്താ പ്ലേ ആവുന്നത്? ക്രെഡിറ്റർ മേ അപ്ലൈ അറ്റ് ഹിസ് ഡിസ്ക്രിഷൻ. ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ സ്വയം ആഗ്രഹപ്രകാരം എന്ത് ചെയ്യാം? അവന് വേണമെങ്കിൽ അതിനെ മാറ്റാം. എങ്ങനെ മാറ്റാം? എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇവിടെയാണ് കുറച്ച് ക്രൈറ്റീരിയ വരുന്നത്. വി ഹാവ് ടു ചെക്ക് ദ സെയിം. ഇവിടെ ഓർത്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് ഡിസ്ക്രിഷൻ. ഡിസ്ക്രിഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ക്രെഡിറ്ററിന് സ്വമേധയ എന്ത് ഡെറ്റ്, അതാണ് ഇവിടെ പറയുന്നത് ലോഫുൾ ഡെറ്റ്. ഈ ലോഫുൾ ഡെറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മീനിങ് ഉണ്ട്. അതായത് ലീഗലി എനിക്ക് എന്താണ്? ലീഗലി നിങ്ങൾക്ക് കിട്ടാൻ അതായത് കോടതി മുഖേന അല്ലെങ്കിൽ നിയമപരമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാനുള്ള പൈസ ആയിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരാളെ കൊല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പൈസ മേടിച്ചു. ഓക്കെ, ഡെറ്റാണ്. പക്ഷെ ഞങ്ങളെ കൊന്നില്ല, തിരിച്ചു തരണം. ലോഫുൾ ഡെറ്റാ? നോ, ബിക്കോസ് ദ ട്രാൻസാക്ഷൻ ഈസ് ഇല്ലീഗൽ. അപ്പോൾ ലോഫുൾ ഡെറ്റ് മാത്രം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി ഡ്യൂ ആയിരിക്കണം. അതായത് ഞാനും നിങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ പ്രകാരം അത് ഡ്യൂ ഫോർ റീപേയ്മെന്റ് ആയിരിക്കണം. അല്ലാതെ റീപേയ്മെന്റ് ചെയ്യാൻ സമയമായിരിക്കുന്ന, അതിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10-ാം തീയതിയാണ് ഡ്യൂ ഡേറ്റ്. ഞാൻ നിങ്ങൾക്ക് 8-ാം തീയതി പൈസ അയച്ചു തന്നാൽ നിങ്ങൾ സ്വമേധയാ തീരുമാനിച്ചിട്ട് 10-ാം തീയതിയിലെ എമൗണ്ടിൽ നിന്ന് കുറയ്ക്കരുത്. അതായത് ഈ ഡിസ്ക്രിഷണറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ആക്ച്വലി പേബിൾ ടു ഹിം ഫ്രം ദ ഡെറ്റർ ആയിരിക്കണം. ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി തരാനുള്ള പൈസ തന്നെ ആയിരിക്കണം, അല്ലാതെ നിങ്ങൾ കണക്കൂട്ടി വെച്ച പൈസ ആയിരിക്കരുത്. നെക്സ്റ്റ് എന്താ? ഇവിടെയാണ് വേർ ദ റിക്കവറീസ് ആർ നോട്ട് ബാർഡ് ബൈ ദ ലോ ഇൻഫോഴ്സ് അറ്റ് ദ ടൈം ഓഫ് ലിമിറ്റേഷൻ ഓഫ് ദ സ്യൂട്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതാണ്
അതായത് ഒരു ക്രെഡിറ്റ് ഇപ്പോൾ 2020 നോക്കിക്കുക, നമ്മുടെ എക്സാമ്പിൾ 2020 ഞാൻ നിങ്ങളുടെ അടുത്ത് പൈസ മേടിച്ചു. ഈ പൈസ ഞാൻ ഡ്യൂ ആയിട്ട് തന്നില്ലെന്ന് വെച്ചോ, 3 വർഷത്തിനുള്ളിൽ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം നിങ്ങൾ എനിക്ക് അഗേൻസ്റ്റ് എന്ത് ചെയ്യണം? കേസ് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദാറ്റ് ഈസ് എ ടൈം ബാർ ഡെറ്റ്. നമ്മൾ അഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ്റെ എക്സെപ്ഷണൽ കേസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? സെയിം കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നോർമലി എന്താണ്? ഇപ്പോൾ 2024 ആയി, 2023 അത് എന്തായതാ? ബാറായതാ. അതായത് നിങ്ങൾക്ക് ഒരിക്കലും നിയമപരമായിട്ട് എന്നിൽ നിന്ന് പൈസ മേടിക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മളുടെ ഈ ഒരു കോൺസെപ്റ്റ് പ്ലേ ആകുന്നത്. ഈവൻ ദോ റിക്കവറി ഈസ് ബാർഡ് ഓർ നോട്ട്, ലിമിറ്റേഷൻ ആക്ട് പ്രകാരം 3 വർഷം കഴിഞ്ഞതാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അത് റിക്കവർ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. പക്ഷെ ഒരു കാര്യം ഓർത്ത് വെക്കുക, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡെറ്റ് തമ്മിൽ, ഡെറ്റിൻ്റെ പേര് കാരണം ഞാനും നിങ്ങൾ തമ്മിൽ ഒരു കേസ് കോടതിയിൽ നടക്കണമെന്ന് വെച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ലോൺ 20,000 രൂപ ഞാനും നിങ്ങളും തമ്മിൽ ഒരു കോടതിയിൽ കേസ് നടക്കുക. അതിൽ നിന്നും ആര് കുറയ്ക്കരുത്? നമ്മുടെ എംപ്ലോയർ കുറയ്ക്കരുത്. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. The third one, same as 59 ഇല്ല, 60 ഇല്ല. So now it is ആര് പ്ലേ ആകും? 61 പ്ലേ ആകും. 60 എന്താണ്? ഓട്ടോമാറ്റിക്കലി. ഞാനും ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ ഡിസ്ക്രിഷണറി പവറായിട്ട് അപ്ലൈ ചെയ്തില്ല, പക്ഷെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? വേർ നീദർ പാർട്ടി, അതായത് നീദർ പാർട്ടി എന്ന് പറയുമ്പോൾ ഞാനോ നിങ്ങളോ, ദ പേയ്മെന്റ് ഷാൽ ബി അപ്ലൈഡ് ഇൻ ഡിസ്ചാർജ് ഓഫ് ദ ഡെറ്റ്സ് ഇൻ ഓർഡർ ഓഫ് ടൈം. നമ്മളിവിടെ ഫസ്റ്റ് ഞാനിപ്പോൾ 8,000 രൂപയാണല്ലോ അയച്ചു കൊടുത്തത്. എവിടുന്ന് കുറയ്ക്കും? ഇപ്പോൾ 8,000 രൂപ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനത് ഒരു 18,000 രൂപയാക്കാം. ആദ്യം എവിടുന്ന് കുറയ്ക്കും? ആദ്യം ഇതിൻ്റെ അകത്ത് നിന്ന് കുറയ്ക്കും, ഫസ്റ്റ് വൺ. ബാക്കിയുള്ളതോ 18 ഇനി 8,000 രൂപ, 8,000 രൂപ ഇതിൻ്റെ അകത്ത് നിന്ന് കുറയ്ക്കണം. സോ ദിസ് ഇസ് എ സെക്കൻഡ് വൺ. അങ്ങനെ ഏറ്റവും ആദ്യം എടുത്ത ലോൺ ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തു പോകും. ആര്? ക്രെഡിറ്റർ ആയ നിങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് വൺ. ഓക്കെ, ഇവിടെ ഓർത്ത് വെക്കുക, ഇപ്പൊ 2020 മേടിച്ചത് ആൾറെഡി 2020 മേടിച്ചതിൽ ആൾറെഡി 3 ഇയേഴ്സ് കഴിഞ്ഞ് ബാർ ആയെന്ന് വെച്ചോ, പ്രശ്നമില്ല. അപ്പോൾ 60 എന്താണോ അതേ കോൺസെപ്റ്റ് തന്നെ ഇവിടെ അപ്ലിക്കബിൾ ആകും. ടൈം ബാർ ഇവിടെ വിഷയമല്ല. ഓക്കെ, ഇനി ലാസ്റ്റ് കോൺസെപ്റ്റ്, ഒരു പക്ഷേ ഒരേ ഡേറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ 2020, ഇപ്പോൾ ഒരേ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ബിസിനസ് ലോൺ, നമുക്ക് എക്സാമ്പിൾ പറയാം, ബിസിനസ് ലോണും പേഴ്സണൽ ലോണും. ഓക്കെ, ഈക്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ 2020 ജനുവരി 1 ഒരു ലോൺ, മറ്റേതും 2020 ജനുവരി 1. മണിക്കൂറുകളുടെ വ്യത്യാസങ്ങൾ മാത്രം. അപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ 10,000 രൂപ ആദ്യത്തേത്, രണ്ടാമത്തേത് 15,000 രൂപ. ഓക്കെ, അപ്പോൾ എങ്ങനെ അലോക്കേഷൻ? ഞാനിപ്പോൾ എത്ര അയച്ചത്? 8,000 രൂപ അയച്ചു. അതെങ്ങനെ അലോക്കേഷൻ ചെയ്യും നമ്മൾ? 10 ഡിവൈഡഡ് ബൈ 25, 8,000 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 25. ഇത് എത്രയാണോ എമൗണ്ട് വരുന്നത് നമ്മൾ പ്രൊപ്പോർഷനേറ്റ്ലി നമ്മൾ അലോക്കേഷൻ ചെയ്യുന്നു. ഓക്കെ, അതായത് 10:50, 8,000 ഇൻറ്റു 10:50 നമ്മൾ അലോക്കേഷൻ ചെയ്യുന്നു. സെയിം ഡേറ്റ് ആണെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഓർഡർ വൈസ് ഇത് അപ്ലിക്കബിൾ ആകും. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാക്സ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് എക്സാമിനേഷനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെന്ന് ചോദിച്ചാൽ മതി, നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതാരും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ നല്ലപോലെ പഠിക്കാൻ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.